കുറച്ച് നേരത്തെയാണെങ്കിലും കാലവർഷം ഇത്തവണ നേരത്തെ തന്നെ എത്തി. പല ജില്ലകളിലും മിക്ക ദിവസങ്ങളിലും റെഡും ഓറഞ്ചും അലേർട്ടാണ്. മഴ നല്ലതാണെങ്കിലും മഴക്കാലം ദുരിതകാലമാണ് കുറച്ചു പേർക്കെങ്കിലും. ഇന്ന് നമ്മൾ മഴയത്ത് വാഹനം ഓടിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മഴയത്ത് വാഹനം ഓടിക്കുന്നതിൽ എന്താണ് പ്രത്യേകത എന്ന് കുറച്ചു പേരെങ്കിലും എന്നോട് ചോദിച്ചേക്കാം. പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ. തിരുവനന്തപുരത്തുള്ള സീനിയർ ഇൻഷുറൻസ് സർവേയർ ശ്രീ സുരേഷ് ബാബു എനിക്ക് അയച്ചു തന്ന ഒരു കുറിപ്പ് കൂടി ചേർത്തുകൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം തന്നെ ശ്രീ സുരേഷ് ബാബുവിന് നന്ദി പറഞ്ഞുകൊള്ളട്ടെ. അജയ്സ് പ്രസിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഈ ഒരു വീഡിയോയെ ഞാൻ 4 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1, മഴയത്ത് വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. 2, വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് വാഹനം ഓടിക്കുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ വേണം വാഹനം ഓടിക്കുവാൻ. 3, വെള്ളക്കെട്ടുള്ള ഭാഗത്ത് നിങ്ങളുടെ വാഹനം ട്രാപ്ഡ് ആയി പോയാൽ എന്ത് ചെയ്യണം. 4, മഴക്കാലത്ത് രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് ഞാൻ ഈ വീഡിയോ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യ ഭാഗത്തേക്ക് പോകുന്നു. മഴയത്ത് വാഹനം ഓടിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മഴയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പൂർ വിസിബിലിറ്റിയാണ്. ശക്തമായ മഴ കൂടിയാണെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് വിസിബിലിറ്റി ഈസ് ദ കീ. ഒന്നാമത്തേത്, നല്ല മഴയത്ത് ഹെഡ്ലൈറ്റ്സ് ഉപയോഗിക്കുവാൻ മറക്കരുത്. ഇത് നിങ്ങളുടെ വിസിബിലിറ്റി കൂട്ടും. മാത്രമല്ല, നിങ്ങൾക്കെതിരെ വരുന്ന ഡ്രൈവർക്ക് നിങ്ങളെ കാണുവാനും സാധിക്കും. 2, മഴയ്ക്ക് മുൻപ് തന്നെ നിങ്ങളുടെ വാഹനങ്ങളുടെ വൈപ്പർ ചെക്ക് ചെയ്യുക. വൈപ്പർ വർക്ക് ചെയ്യുമ്പോൾ ശബ്ദമുണ്ടാക്കുന്നു അല്ലെങ്കിൽ വേണ്ട വിധം വെള്ളം തുടച്ചു നീക്കുന്നില്ല എങ്കിൽ വൈപ്പർ ബ്ലേഡുകൾ മാറ്റി പുതിയവ ഉറപ്പിച്ചിരിക്കണം. നമ്മുടെ നാട്ടിലെ ഇപ്പോൾ കഴിഞ്ഞുപോയ ചൂടുകാലത്ത് ഒട്ടുമിക്ക വാഹനങ്ങളുടെയും വൈപ്പർ ബ്ലേഡുകളുടെ റബ്ബർ കല്ലുപോലെയാകുകയും അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി പോയിട്ടും ഉണ്ടാകും. അതേപോലെ തന്നെ മഴയുടെ കാഠിന്യവും തോതും അനുസരിച്ച് വൈപ്പർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുവാനും മറക്കരുത്. 3, നിങ്ങളുടെ വാഹനത്തിന് ഒരു ഡീഫോഗർ ഉണ്ടെങ്കിൽ വിൻഷീൽഡും വിൻഡോസും ക്ലിയർ ആക്കി വെക്കുവാൻ നിർബന്ധമായും അത് ഉപയോഗിക്കുക. കേരളത്തിലെ ഹ്യൂമിഡിറ്റി വാഹനത്തിൽ ഫോഗിംഗ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നുണ്ട് എന്നത് മറക്കാതിരിക്കുക. 4മതായി പറയുവാനുള്ളത് വാഹനത്തിന്റെ സ്പീഡിന്റെ കാര്യമാണ്. മഴയത്ത് സ്പീഡ് കുറയ്ക്കുന്നതാണ് നല്ലത്. സ്ലോവർ ഈസ് സേഫർ എന്ന് ഓർക്കുക. വേഗത കൂടുമ്പോൾ നനഞ്ഞ റോഡുകളിൽ നിങ്ങളുടെ വാഹനത്തിന്റെ ടയറുകളുടെ ട്രാക്ഷൻ കുറഞ്ഞിരിക്കും. 5മത്തെ കാര്യം സേഫ് ഡിസ്റ്റൻസ് ആണ്. നിങ്ങളുടെ മുന്നിലുള്ള വാഹനവുമായുള്ള ഫോളോയിങ് ഡിസ്റ്റൻസ് കൂട്ടുക. കാരണമുണ്ട്, മഴയത്തും നനഞ്ഞ റോഡുകളിലും ബ്രേക്ക് ചെയ്താലും വാഹനം നിൽക്കുവാൻ കൂടുതൽ സമയം എടുത്തേക്കാം. തമ്പ് റൂൾ എന്താണ് എന്ന് വെച്ചാൽ നോർമൽ ഫോളോയിങ് ഡിസ്റ്റൻസ് ഇരട്ടിയാക്കുക. 6മത് ശ്രദ്ധിക്കേണ്ട കാര്യം പെട്ടെന്നുള്ള ബ്രേക്കിംഗ്, പെട്ടെന്നുള്ള തിരിക്കൽ, ഇതൊക്കെ ഒഴിവാക്കുക. സ്റ്റിയറിങ് സ്മൂത്ത് ആയിരിക്കണം. ബ്രേക്കിങ്ങും ആക്സിലറേഷനും എല്ലാം സ്മൂത്ത് ആയിരിക്കണം. പെട്ടെന്ന് വെട്ടിക്കുന്നത്, സഡൻ ബ്രേക്കിംഗ് എല്ലാം മഴയത്ത് കൺട്രോൾ നഷ്ടപ്പെടുവാനും അപകടമുണ്ടാകാനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കും. വാഹനം ഓടിക്കുമ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻസ് അതെന്തായാലും മുൻകൂട്ടി സിഗ്നൽ ചെയ്യുക. അത് മറ്റുള്ളവർക്ക് വലിയ സഹായമാകും. 7മത്തെ കാര്യം, ഇത് മഴയത്ത് വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. ഹൈഡ്രോപ്ലെയിനിങ് എന്നാണ് ഈ പ്രതിഭാസത്തെ പറയുന്നത്. ഹൈഡ്രോപ്ലെയിനിങ്ങിന് അക്വാപ്ലെയിനിങ് എന്ന് കൂടി പേരുണ്ട്. വളരെ ഡേഞ്ചറസ് ആയ ഒരു ഡ്രൈവിംഗ് കണ്ടീഷനാണ് ഇത്. മഴ പെയ്യുമ്പോൾ നമ്മുടെ കാറിൻ്റെ ടയറുകൾക്കും റോഡിൻ്റെ ഉപരിതലത്തിനും ഇടയിൽ വെള്ളത്തിൻ്റെ ഒരു നേരിയ പാട പോലെ ഒന്ന് രൂപപ്പെടുന്നു. ഇവിടെ ടയറും റോഡുമായുള്ള കോണ്ടാക്റ്റ് നഷ്ടപ്പെടുന്നു. സ്വാഭാവികമായും സ്റ്റിയറിങ്ങിലും ബ്രേക്കിങ്ങിലും ഉള്ള ഡ്രൈവറുടെ കൺട്രോൾ നഷ്ടപ്പെടുന്നു. ഓട്ടത്തിനിടയിൽ ഇങ്ങനെ ഹൈഡ്രോപ്ലെയിനിങ് അനുഭവപ്പെട്ടാൽ ആക്സിലേറ്ററിൽ നിന്ന് പതിയെ കാലെടുക്കുക. സ്റ്റിയറിംഗ് നിങ്ങൾക്ക് പോകേണ്ടുന്ന ദിശയിലേക്ക് പതിയെ തിരിക്കുക. ഒരു കാരണവശാലും സഡൻ ബ്രേക്ക് ചെയ്യരുത്. 8മത്തെ ടിപ്പ്, നമ്മുടെ നാട്ടിലെ റോഡുകൾക്ക് വലിയൊരു കുഴപ്പമുണ്ട്. റോഡിൽ കുഴികൾ രൂപപ്പെടാൻ ഒരു മഴ മാത്രം പെയ്താൽ മതി. പിന്നെ മൺസൂൺ വരുമ്പോഴത്തെ കാര്യം പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് റോഡിലെ കുഴികൾ ശ്രദ്ധിക്കുക, അവയെ ഒഴിവാക്കി യാത്ര ചെയ്യുക. 9മത്തെ കാര്യം, മലമ്പ്രദേശങ്ങൾ, മലമ്പാതകൾ, ഹൈ റേഞ്ചസ് ഇവിടങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ മണ്ണിടിച്ചിലും മലയിടിച്ചിലിനും ഒക്കെ ഏറെ സാധ്യതയുണ്ട്. നിങ്ങൾ യാത്ര ചെയ്യുന്നതിന് മുൻപ് അധികൃതരുടെ നിർദ്ദേശങ്ങളോ അഡ്വൈസറീസോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 10മതായി ഓർമ്മിപ്പിക്കുവാനുള്ളത്, മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ കാറിൻ്റെ ടയർ കണ്ടീഷൻ പരിശോധിക്കുക. ടയറുകൾക്ക് ആവശ്യത്തിന് ട്രെഡ് ഡെപ്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെ ട്രെഡ് കുറഞ്ഞ ടയറുകളാണ് ഹൈഡ്രോപ്ലെയിനിങ് ഉണ്ടാക്കുന്നത്. ഇനി ഈ വീഡിയോയുടെ 2മത്തെ ഭാഗം, വെള്ളക്കെട്ടുള്ള പ്രദേശത്ത്
വാഹനം ഓടിക്കുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ വേണം വാഹനം ഓടിക്കുവാൻ. ഒന്നാമതായി പറയുവാനുള്ളത്, കഴിയുന്നതും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കുക. സാധിക്കുമെങ്കിൽ വെള്ളക്കെട്ടില്ലാത്ത മറ്റു റോഡുകൾ തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ കാര്യം, വെള്ളത്തിന്റെ ആഴം അളക്കുക. ആഴം കൂടുതലാണെങ്കിൽ തിരിച്ചു പോകുക. എങ്ങനെ ആഴം അളക്കാനാകും എന്ന് ചോദിച്ചാൽ, റോഡിന്റെ സൈഡിലെ മാർക്കിങ്ങുകൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ആഴം കൂടുതലാകാനാണ് സാധ്യത. അതുകൂടാതെ മറ്റൊരു മാർഗമുള്ളത്, മറ്റു വാഹനങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് നോക്കുക. പ്രത്യേകിച്ചും ബസ്സുകളും ട്രക്കുകളും പോലെയുള്ള വലിയ വാഹനങ്ങൾ, അവരുടെ ബോഡിയുടെ എവിടം വരെ വെള്ളമുണ്ട് എന്ന് നോക്കുക. അതേപോലെ ചെറിയ വാഹനങ്ങൾ പോകാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നും നോക്കുക. മൂന്നാമത്തെ കാര്യം, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പറ്റുമെങ്കിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിൽ ഡ്രൈവ് ചെയ്യുക. അങ്ങനെ ചെയ്തില്ല എങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ അബ്രപ്റ്റായിട്ട് നിന്നു പോകുവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ വാഹനത്തിന്റെ മൊമെന്റം അങ്ങനെ തന്നെ നിലനിർത്താനും എക്സോസ്റ്റിലൂടെ വെള്ളം അകത്തേക്ക് പ്രവേശിക്കുന്നത് തടയുവാനുമാകും. വെള്ളക്കെട്ടിൽ വാഹനം നിന്നു പോകാനോ നിർത്താനോ ശ്രമിക്കരുത്. RPM മെയിൻറ്റെയിൻ ചെയ്യുക. എഞ്ചിൻ നിർത്താതിരിക്കുക. എഞ്ചിൻ റെവല്യൂഷൻസ് എക്സോസ്റ്റിലൂടെ വെള്ളം കയറാതിരിക്കുവാൻ സാധാരണയിലും അല്പം മുകളിൽ നിർത്തുക. സഡൻ ആക്സിലറേഷൻ, സഡൻ ബ്രേക്കിംഗ് ഇതെല്ലാം ഒഴിവാക്കുക. നാലാമത്തെ കാര്യം, വാഹനത്തിന്റെ സൈഡ് വിൻഡോസ് കുറച്ചെങ്കിലും താഴ്ത്തി വെക്കുവാൻ ശ്രദ്ധിക്കുക. ഇത് വെള്ളത്തിന്റെ പ്രഷർ ഈക്വലൈസ് ചെയ്യുവാനും പ്രഷർ കാരണം വാഹനങ്ങളുടെ ഡോറ് ലോക്കായി പോകാതിരിക്കുവാനും സഹായിക്കും. അഞ്ചാമത്തെ കാര്യം, വെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കുഴികൾ, കല്ലുകൾ, മറ്റെന്തെങ്കിലും അപകടകരമായ വസ്തുക്കൾ ഉണ്ടോ എന്ന കാര്യം നമുക്ക് യഥാർത്ഥത്തിൽ അറിയില്ല എന്നുകൂടി ഓർക്കുക. ഇനി വെള്ളക്കെട്ടിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ ബ്രേക്ക് പതിയെ പതിയെ അപ്ലൈ ചെയ്ത് നോക്കി ബ്രേക്കിന് കുഴപ്പം ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. മഴയത്ത് അടിഞ്ഞുകൂടുന്ന ജീർണാവശിഷ്ടങ്ങൾ ഒന്നും വാഹനത്തിൽ കുടുങ്ങിക്കിടപ്പില്ല എന്നുകൂടി ഉറപ്പുവരുത്തുക. ഇനി ഈ വീഡിയോയുടെ മൂന്നാം ഭാഗം, വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് നിങ്ങളുടെ വാഹനം ട്രാപ്ഡ് ആയി പോയാൽ എന്ത് ചെയ്യണം. വാഹനത്തിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുന്നതിന് മുൻപ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഒരു കാരണവശാലും പാനിക് ആകാതിരിക്കുക. പെട്ടെന്നുണ്ടാകുന്ന പരിഭ്രമവും പരിഭ്രാന്തിയും ഒക്കെ ഒരുപക്ഷെ നിങ്ങളെക്കൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിച്ചേക്കാം. അതുകൊണ്ട് ഏറ്റവും പ്രധാനം കാമായി ശാന്തമായി ഇരിക്കുക എന്നതാണ്. രണ്ട്, വാഹനം നിന്നു പോയിട്ടുണ്ടെങ്കിൽ വാഹനം റീസ്റ്റാർട്ട് ചെയ്യുവാൻ ശ്രമിക്കരുത്. വെള്ളം എഞ്ചിനിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ റീസ്റ്റാർട്ടിംഗ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോക്ക് പോലെയുള്ള ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. മാത്രമല്ല അതുമൂലം ഉണ്ടാകുന്ന നഷ്ടം ഇൻഷുറൻസ് കമ്പനി അനുവദിച്ചു എന്നും വരില്ല. മൂന്ന്, സഹായത്തിനായി റോഡ് സൈഡ് അസിസ്റ്റൻസിനെയോ ബന്ധപ്പെട്ട അധികാരികളെയോ വിളിക്കുക. ഇനി വാഹനത്തിൽ നിന്നും എങ്ങനെയാണ് പുറത്തു കടക്കേണ്ടത് എന്നുകൂടി പറയാം. സിറ്റുവേഷൻ അസസ് ചെയ്യുക. വെള്ളത്തിന്റെ ലെവൽ, ഒഴുക്ക്, അതേപോലെ എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടോ എന്നുകൂടി നോക്കുക. വെള്ളത്തിന്റെ ലെവൽ കൂടുന്നു എന്നും വാഹനം തന്നെ ഒഴുകിപ്പോയേക്കാം എന്നും തോന്നുകയാണെങ്കിൽ വാഹനത്തിൽ നിന്നും പെട്ടെന്ന് സുരക്ഷിതമായി പുറത്തു കടക്കുക. സീറ്റ് ബെൽറ്റുകൾ മാറ്റുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡോറ് അൺലോക്ക് ചെയ്യുക. ഇലക്ട്രിക്കൽ സിസ്റ്റം ഫെയിൽ ആകുന്നതിന് മുൻപ് തന്നെ വിൻഡോ ഗ്ലാസസ് റോൾ ഡൗൺ ചെയ്യുക. വെള്ളത്തിന്റെ പ്രഷർ കൊണ്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വിൻഡോസിലൂടെ പുറത്തു കടക്കുവാൻ ശ്രമിക്കുക. വേണമെങ്കിൽ വിൻഡോ പൊട്ടിച്ചിട്ടാണെങ്കിലും. ഇതിനായി വാഹനത്തിൽ ചെറിയ ഹാമർ പോലെ ഒന്ന് വേണമെങ്കിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി പുറത്തു കടന്നാൽ ഉയർന്ന ഏതെങ്കിലും സുരക്ഷിതമായ പ്രദേശത്തേക്ക് മാറുവാൻ ശ്രമിക്കുക. അവിടെ ഇലക്ട്രിക്കൽ ഹസാർഡ്സ്, പൊട്ടി വീണ ഇലക്ട്രിക് ലൈനുകളോ കമ്പികളോ ഒന്നും ഇല്ല എന്ന് തീർച്ചയാക്കുക. എന്നിട്ട് സഹായത്തിനായി കാത്തിരിക്കുക. ഇനി ഈ വീഡിയോയുടെ നാലാം ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. മഴക്കാലത്ത് രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. രാത്രിയിൽ കാഴ്ച തന്നെ വളരെ കുറഞ്ഞിരിക്കുമ്പോൾ റോഡിലെ കുഴികൾ കാണില്ല, റോഡിന്റെ സൈഡ് കാണാൻ പറ്റില്ല. അപ്പോൾ വിസിബിലിറ്റി കൂട്ടുകയേ മാർഗമുള്ളൂ. എങ്ങനെ? ഒന്ന്, ഹെഡ്ലൈറ്റ്സ് ലോ ബീമിൽ വെക്കുവാൻ ശ്രദ്ധിക്കുക. ഹൈ ബീം ആണെങ്കിൽ മഴയിൽ തട്ടി മഴയെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് നമ്മളുടെ വിസിബിലിറ്റി പിന്നെയും കുറയ്ക്കുന്ന രീതിയിൽ ഒരു ഗ്ലെയർ സൃഷ്ടിക്കും. രണ്ട്, വാഹനത്തിന് ഫോഗ് ലാമ്പുകൾ ഉണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ്സിനോടൊപ്പം അതുകൂടി ഇടുക. മൂന്ന്, നിങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ക്ലീനായും അലൈൻഡായും വെക്കുവാൻ ശ്രദ്ധിക്കുക. ക്ലീൻ അല്ലാത്ത മിസ്അലൈൻഡായ ഹെഡ്ലൈറ്റ്സ് കാഴ്ച കുറയ്ക്കും. നാല്, ടെയിൽ ലാമ്പുകൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ പുറകെ വരുന്നവർക്ക് നിങ്ങളെ കാണുവാൻ ഉപകരിക്കും. അഞ്ച്, വിൻഷീൽഡ് വൈപ്പറുകൾ വേണ്ടത്ര സ്പീഡിൽ തന്നെ പ്രവർത്തിപ്പിക്കുക. മോശം വൈപ്പറുകൾ മാറ്റിക്കളയുക. ആറ്, എപ്പോഴും നിങ്ങളുടെ കാറിന്റെ വിൻഡോസ് വൃത്തിയായി സൂക്ഷിക്കുക. ക്ലീൻ അല്ലാത്ത ഗ്ലാസുകൾ രാത്രിയിൽ ഗ്ലെയർ കൂട്ടുവാൻ മാത്രമേ ഉപകരിക്കൂ. ഏഴ്, പകൽ മഴയത്ത് വാഹനം ഓടിക്കുന്നത് പോലെ അതേ സ്പീഡിൽ രാത്രിയിൽ വാഹനം ഓടിക്കാതിരിക്കുക. അതേപോലെ തന്നെ കൺസിഡർ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് റൂൾ. നിങ്ങളുടെ ഹെഡ്ലൈറ്റ് ഒരു പരിധി വരെ മാത്രമേ ഇലുമിനേറ്റ് ചെയ്യുകയുള്ളൂ.
ആ ഡിസ്റ്റൻസിനുള്ളിൽ വാഹനം നിർത്താൻ നിങ്ങൾക്ക് കഴിയണം. 8. പകൽ മഴയത്ത് വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഫോളോയിങ് ഡിസ്റ്റൻസിനേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസ് രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ കൊടുക്കുക. കാരണം റിയാക്ട് ചെയ്യുവാനും വണ്ടി നിർത്തുവാനും മഴയുള്ള നനഞ്ഞ റോഡിൽ കൂടുതൽ സമയം എടുക്കും എന്നതാണ്. 9. റോഡിലെ ലൈനുകൾ, മാർക്കിങ്സ്, ഇതെല്ലാം ശ്രദ്ധിക്കുക. രാത്രിയിൽ ഈ മാർക്കിങ്സ് മാത്രമാണ് നിങ്ങളുടെ ഏക ഗൈഡ്. അതുകൊണ്ട് ആ ലൈനുകൾ ശ്രദ്ധാപൂർവം നോക്കി വണ്ടി ഓടിക്കുക. അതേപോലെ റോഡിൻ്റെ എഡ്ജ് വ്യക്തമായി കാണാൻ പറ്റുകയില്ല, അവിടെയും ലൈൻസ്, മാർക്കിങ്സ് ഒക്കെ ശ്രദ്ധിക്കുക. 10. രാത്രിയിൽ മഴയത്ത് റോഡ് സ്കാൻ ചെയ്തു വേണം ഓടിക്കുവാൻ. കുഴികളും മറ്റും അപകടകരമായ സംഗതികൾ എന്തെങ്കിലും റോഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണുവാൻ പറ്റില്ല. അതുകൊണ്ട് ഇതേപോലെയുള്ള അപകടങ്ങൾ റോഡിൽ പതിയിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം. 11. രാത്രിയിൽ മഴയുള്ളപ്പോൾ ശ്രദ്ധ പതറിപ്പോകാനിടയുള്ള ഒരു കാര്യവും ചെയ്യരുത്. ഫോൺ വിളിക്കുക, ഭക്ഷണം കഴിക്കുക, ശ്രദ്ധ മാറിപ്പോകുന്ന സംഭാഷണങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അതേപോലെ തന്നെ വണ്ടിക്കുള്ളിൽ പുറം കാഴ്ചകൾ കാണാൻ പറ്റില്ലാത്ത വിധം ലൈറ്റുകൾ ഇടാതെ ഇരിക്കുക. 12. എതിരെ വരുന്ന ലൈറ്റുകൾ നിങ്ങളുടെ കണ്ണിലേക്ക് വരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ദൃഷ്ടി ആ വാഹനത്തിൻ്റെ ലൈറ്റുകളിൽ നിന്നും മാറ്റുക, ആ വാഹനം കടന്നു പോകുന്നത് വരെ. 13. മഴയുടെ ശക്തി കൂടുകയാണെങ്കിൽ, കാഴ്ച കുറയുകയാണെങ്കിൽ വാഹനം സുരക്ഷിതമായ ഒരിടത്ത് നിർത്തി സ്ഥിതിഗതികൾ ഇംപ്രൂവ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക. 14. GPS ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലെ വോയിസ് ഗൈഡൻസ് മാത്രം ശ്രദ്ധിക്കുക. സ്ക്രീനിൽ നോക്കുന്നത് കഴിയുന്നത്ര ഒഴിവാക്കുക. അവസാനമായി പറയുവാനുള്ളത്, എപ്പോഴും നിങ്ങളുടെ ഇൻസ്റ്റിങ്സ് അതിൽ വിശ്വസിക്കുക. റോഡിൻ്റെ സ്ഥിതി, മഴയുടെ കാഠിന്യം, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുവാൻ സേഫ് അല്ല എന്നാണ് തോന്നുന്നത് എങ്കിൽ വണ്ടി നിർത്തുക. വിസിബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത് വരെ കാത്തിരിക്കുക. എല്ലാവരും സേഫായി വണ്ടി ഓടിക്കുക. ഓർക്കുക, ആക്സിഡൻറ്റ്സ് ഡോണ്ട് ഹാപ്പൻ, ദേ ആർ കോസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.